ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നലെ നമ്മൾ പഠിച്ചത് ഒരു പോർട്ട്ഫോളിയോ മാത്തമാറ്റിക്സിന്റെ ഒരു പോർട്ട്ഫോളിയോയുടെ റിസ്ക്കും റിട്ടേണും കണ്ടുപിടിച്ചിട്ട് ആ ഒരു പോർട്ട്ഫോളിയോയ്ക്ക് അകത്ത് നമ്പർ ഓഫ് അസറ്റ്സ് കൂടുമ്പോൾ, നമ്പർ ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്സ് കൂടുന്തോറും ആ അസറ്റ്സിനകത്തുള്ള കോവേരിയൻസസ് തമ്മിലുള്ള കോവേരിയൻസസിന്റെ ഇമ്പോർട്ടൻസ് കൂടി വരുന്നു എന്ന് കണ്ടു അല്ലെ, നമ്മൾ ഒരു പോർട്ട്ഫോളിയോയുടെ റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ആ കോവേരിയൻസ് എങ്ങനെ ജോയിൻ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം എന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഇൻഡിവിജ്വൽ അസറ്റ്സിനെ പറ്റി പഠിച്ചിട്ട്, അതായത് ഇൻഡിവിജ്വൽ അസറ്റ്സിന്റെ റിസ്ക്കും റിട്ടേണിനെയും പറ്റി പഠിച്ചിട്ട് നമ്മൾ അവിടെ നേരെ ആ ഇൻഡിവിജ്വൽ അസറ്റിന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരച്ച് അതിനകത്തുനിന്ന് എങ്ങനെ ഇമ്പോർട്ടന്റ് ഇൻഫറൻസസ് നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ഇൻഫർ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഇൻഡിവിജ്വൽ അസറ്റിന്റെ കേസിൽ പഠിച്ചത്. സെയിം മെത്തേഡ് ഒരു പോർട്ട്ഫോളിയോയുടെ റിസ്ക്കും റിട്ടേണും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇനി നേരെ ആ പോർട്ട്ഫോളിയോയുടെ റിസ്ക്കും റിട്ടേണും വെച്ച് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കി അതിനകത്ത് നമുക്ക് എന്തെല്ലാം ഇൻഫർ ചെയ്യാം, എന്തെല്ലാം യൂസ്ഫുൾ ഇൻഫർമേഷൻ ഇൻഫർ ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്താണ് ബേസിക്കലി കിട്ടുന്നത്? റിസ്ക് ആണ് നമുക്ക് അതിന്റെ ഒരു മേജർ ഇൻഫറൻസ് എന്ന് പറയുന്നത് അല്ലേ. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ അത് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത് എന്നുള്ള ഒരു അസംഷനിൽ നമുക്ക് തുടങ്ങിയേക്കാം. We discussed previously how to construct a normal distributions once we identify the mean, return and standard deviation. അതായത് normal distribution, the entire normal distribution is defined by just the mean, return and standard deviation. പോർട്ട്ഫോളിയോയുടെ കേസിൽ mean return എന്ന് പറയുന്നത് അല്ലെങ്കിൽ mu എന്ന് പറയുന്നതിനെ നമുക്ക് mu is equal to expected return of the portfolio, E of R P, expected return of the portfolio, standard deviation sigma P. ഓക്കെ, ഇത് രണ്ടും നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇത് രണ്ടും കിട്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുന്നത്. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ റിട്ടേൺ എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ ERP ആൻഡ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ സിഗ്മ P. The y-axis, as you already know, of a normal distribution is probability density, and the x-axis is either returns or deviations of each return from its mean expressed in terms of standard deviation. അതിനെയാണ് നമ്മൾ Z score എന്ന് വിളിക്കുന്നത് അല്ലേ. Now that we have identified the return and risk of a portfolio, we can use them to plot a normal distribution of the portfolio and analyze several risk measures. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. നോർമൽ ഡിസ്ട്രിബ്യൂഷന് ഇതാ ഇങ്ങനെയാണ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇരിക്കുന്നത്. ഇത് y ആക്സിസിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി, x ആക്സിസിൽ ഒന്നെങ്കിൽ നമുക്ക് റിട്ടേൺസിൽ നമുക്ക് ഇവിടെ എഴുതാം, അല്ലെങ്കിൽ ഈ പറയുന്ന മീൻ റിട്ടേൺ കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ള റിട്ടേൺസ് ഈ മീനിൽ നിന്നും എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നു എന്നത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ടേംസിലും എക്സ്പ്രസ് ചെയ്യാം. നമ്മളൊരു 68, 95, 99 റൂള് പഠിച്ചിരുന്നു അല്ലെ. വിത്തിൻ 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ലൈസ് ദ 68% ഓഫ് ദ ഡേറ്റ, വിത്തിൻ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ലൈസ് ദി 95% ഓഫ് ദ ഡേറ്റ, ആൻഡ് വിത്തിൻ 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ലൈസ് ദി 99% ഓഫ് ദ ഡേറ്റ. അത് നമ്മൾ പഠിച്ചിരുന്നു. അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ്. ഇനി വെറുതെ ഇപ്പം ഒരു പോർട്ട്ഫോളിയോയുടെ എക്സ്പെക്ടഡ് റിട്ടേൺ അഥവാ mu എന്ന് പറയുന്നത് 10% ആണെന്ന് വെച്ചോളൂ. ആ 10% നമുക്ക് നടുക്ക് സെൻട്രൽ കിട്ടിയാൽ അതിന്റെ അർത്ഥം the probability of returns falling below 10% is 50%, and the probability of returns moving the probability that we get a return greater than 10% or greater than or equal to 10% is 50%. ഇതാണ് ഈ പറയുന്ന ഒരു ലൈൻ വരയ്ക്കുമ്പോൾ ഉള്ള നമുക്ക് എന്താണ് മീൻ തരുന്നതെന്ന് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് സെൻട്രൽ വാല്യൂ അല്ലെങ്കിൽ മീൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇപ്പം പറഞ്ഞത്. ഇനി ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഇവിടുത്തെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 2% ആണെന്ന് വെച്ചോളൂ. 2%ന്റെ അകത്ത്, അതായത് ഈ പോയിന്റിലെ y ആക്സിസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിച്ചാൽ what it gives is that what is the probability of returns or the portfolio giving a return which is less than 2%. അതായത് ഇതിന് ശേഷമുള്ള ഈ ഫുൾ ഏരിയ ഒരു പ്രോബബിലിറ്റി ആണ് തരുന്നത് ലെസ് ദാൻ 2%. ഏതൊരു റിട്ടേൺ എടുത്താലും നമുക്ക് ആ പറയുന്ന പ്രോബബിലിറ്റി ഡെൻസിറ്റി തരുന്നതെന്ന് വെച്ചാൽ ലെസ് ദാൻ ദാറ്റ് വാല്യൂ ആണ്.
ഇപ്പൊ ഇത് 5% ആണെങ്കിൽ ഈ ഏരിയ ഫുൾ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ദാറ്റ് ദ റിട്ടേൺസ് വിൽ ബി ലെസ് ദാൻ 5%. അതേപോലെ 10% ആണ് മീൻ. സോ പ്രോബബിലിറ്റി ദാറ്റ് ദ റിട്ടേൺസ് വിൽ ബി ലെസ് ദാൻ 10% is 50% and greater than 10% is 50%. സോ ഇവിടെ ഒരു 2% ഉണ്ടെന്ന് വെച്ചോളൂ. അതായത് എനിക്ക് വേണ്ടത് 2% ആണ്. 2%ന് താഴേക്ക് പോകാനുള്ള റിസ്ക് എത്രയാണെന്നാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഈ 2%നെ ഞാൻ മീനിൽ നിന്നുമുള്ള ഡീവിയേഷനെ മീനിൽ നിന്നും ഈ 2% എത്ര ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നും അതിനെ ഞാൻ പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടേംസിലും എക്സ്പ്രസ് ചെയ്യണം. അഥവാ ഞാൻ ആ 2%ന്റെ ഇസഡ് സ്കോർ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇസഡ് സ്കോർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഹൗ മച്ച് ഇറ്റ് ഈസ് ഡീവിയേറ്റിംഗ് ഫ്രം ദി മീൻ. അതായത് 2% മൈനസ് മീൻ എന്ന് പറയുന്നത് 10% ആണ്. 2% മൈനസ് 10% ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സേ 8% ആണെങ്കിൽ 8 വേണ്ട, നമുക്കൊരു 18% ഇട്ടാൽ നമുക്ക് ഇതിന്റെ ഒരു ഇസഡ് വാല്യൂ കിട്ടും. ആ ഇസഡ് വാല്യൂവിനെ നമ്മൾ CFAയുടെ ബുക്കിന്റെ ബാക്കിലുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ പോയിട്ട് ആ വാല്യൂ മാച്ച് ചെയ്തിട്ട് അതിനകത്തുനിന്ന് നമുക്ക് പ്രോബബിലിറ്റി കിട്ടും അല്ലേ? ആ കിട്ടുന്നതാണ് പ്രോബബിലിറ്റി, അല്ലെങ്കിൽ ദ പ്രോബബിലിറ്റി ദാറ്റ് ദി സ്റ്റോക്ക് വിൽ ഗിവ് റിട്ടേൺസ് ലെസ് ദാൻ 2%. അപ്പൊ ആ പ്രോബബിലിറ്റി കൂടുതലാണോ കുറവാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്നത്. ഈ സെയിം മെത്തേഡ് നമുക്ക് ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നോക്കാതെ എക്സലിനകത്തും പറ്റും. എക്സലിൽ നമ്മൾ ഈസിക്കൽ ടു നോർം ഡോട്ട് എസ് ഡോട്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ പറയുന്ന സെയിം പ്രോബബിലിറ്റി തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. സോ ഇതാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ഒരു റിട്ടേണിന്റെ വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ദാറ്റ് ദ പോർട്ട്ഫോളിയോ വിൽ ഗിവ് എ റിട്ടേൺ ലെസ് ദാൻ the 2% or 5% or a given percentage. അതാണ് ഈ പറയുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് റിസ്ക് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ്. ആദ്യമേ നമ്മൾ ഇസഡ് സ്കോർ കണ്ടുപിടിക്കുക, then go to the normal distribution table and find the return. What is the probability that the return will fall below that returns? Every investor will be having a desired റിട്ടേൺ ലെവൽ. അതായത് എല്ലാ ഇൻവെസ്റ്ററിനും ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പുള്ളിക്കാരന് ഒരു ഡിസൈഡ് ലെവൽ ഓഫ് റിട്ടേൺ കാണും. സേ 15% അല്ലെ 20% റിട്ടേൺ വേണം എന്നുള്ള ഒരു ഡിസൈഡ് ലെവൽ കാണും. ബട്ട് അറ്റ് ദ കോർ everyone will be having a minimum acceptable return. That is, even if my desired return level is not achieved, I would still be needing the minimum acceptable return. That is non-negotiable. അതായത് എന്റെ ഡിസൈഡ് ലെവൽ ഓഫ് റിട്ടേൺ എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഒരു മിനിമം അക്സെപ്റ്റബിൾ റിട്ടേൺ ലെവൽ ഉണ്ട്, അത് എനിക്ക് എന്തായാലും കിട്ടിയേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ അത് ഇൻവെസ്റ്റ് ചെയ്യാനേ പോകത്തില്ല. Suppose I have invested 1 million in a portfolio and my desired returns is 15%, അഥവാ 150,000 per year ആണ് എനിക്ക് ഡിസൈഡ്. I am desiring 1,50,000, but to meet my day-to-day expenses I need yearly at least 50,000 from this portfolio. അതായത് ഈ പറയുന്ന 150,000 കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, എനിക്ക് 50,000 കിട്ടിയേ പറ്റത്തുള്ളൂ ഫോർ മെയിൻറ്റെയിനിങ് മൈ ഡേ ടു ഡേ എക്സ്പെൻസ്. അതായത് എന്റെ മിനിമം അക്സെപ്റ്റബിൾ റിട്ടേൺ എന്ന് പറയുന്നത് 5% per annum ആണ്. So from the normal distribution that I invested in, I will identify the probability of the returns going below 5%. ഇതിനെയാണ് ഷോർട്ട് ഫോൾ റിസ്ക് എന്ന് പറയുന്നത്. അതായത് എന്റെ മിനിമം അക്സെപ്റ്റബിൾ റിട്ടേൺ എന്ന് പറയുന്നത് 5% ആണ്. ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ഇതൊരു മീൻ റിട്ടേൺ കാണും. എന്റെ നോർമൽ ഇതാണ് എന്റെ മിനിമം അക്സെപ്റ്റബിൾ റിട്ടേൺ 5%. സോ ഈ 5%ന് താഴേക്ക് പോകുന്ന വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ദാറ്റ് ദ പോർട്ട്ഫോളിയോ വിൽ ഗിവ് എ റിട്ടേൺ ലെസ് ദാൻ 5%. അതായത് ഇത്രയും ഏരിയ, ഈ ഏരിയ ആണ് എന്താ പറയുക എന്റെ റിസ്ക് തരുന്നത്, അല്ലെങ്കിൽ ആ പ്രോബബിലിറ്റി തരുന്നത്. ഇത് എപ്പോഴും കുറഞ്ഞിരിക്കണം. ഈ ഏരിയ കൂടുന്തോറും എന്റെ റിസ്ക് കൂടുതലാണ്. സോ ഇവിടെയാണ് 5% കിടക്കുന്നതെങ്കിൽ എന്റെ ഈ ഏരിയ വലുതാണ്, അല്ലെങ്കിൽ ഈ റിസ്ക് ഭയങ്കര വലുതാണ്. അങ്ങനെയാണെങ്കിൽ I may choose not to invest. That is, there is a high probability that the portfolio will be giving a return less than 5%. എനിക്ക് അത് പറ്റത്തില്ല. I need a very little probability, അല്ലെങ്കിൽ zero chance that my portfolio that I invested in will not give my minimum acceptable return. അങ്ങനെയുള്ളതിന് മാത്രമേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ.
ഇതിനെയാണ് ഷോർട്ട് ഫോൾ റിസ്ക് എന്ന് വിളിക്കുന്നത്. സപ്പോസ് ആൻ ഇൻവെസ്റ്റർ ഇസ് ഗിവൺ എ ചാൻസ് ടു ഇൻവെസ്റ്റ് ഇൻ വൺ ഓഫ് 3 പോർട്ട്ഫോളിയോ. പുള്ളിക്കാരന്റെ മുന്നിലേക്ക് 3 പോർട്ട്ഫോളിയോ കാണിച്ചിട്ട് അതിൽ ഏതെങ്കിലും ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കുന്നത്. ഈച്ച് ഓഫ് ദ പോർട്ട്ഫോളിയോ വിൽ ബി ഹാവിംഗ് ഇറ്റ്സ് ഓൺ മീൻ റിട്ടേൺ, അല്ലെങ്കിൽ ഓരോ പോർട്ട്ഫോളിയോയ്ക്കും അതിന്റെ എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോയും അതിന്റെ ഇൻഡിവിജ്വൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഉണ്ട്. സോ ഒരു പോർട്ട്ഫോളിയോയുടെ മീൻ റിട്ടേണും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കിട്ടിയാൽ നമുക്ക് ആ ഓരോ പോർട്ട്ഫോളിയോയുടെയും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് വരയ്ക്കാം. ഓരോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരച്ചിട്ട് എന്റെ മിനിമം അക്സെപ്റ്റബിൾ റിട്ടേൺ ലെവലിന്റെ പ്രോബബിലിറ്റി ഞാൻ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ആ ഓരോ നോർമൽ ഡിസ്ട്രിബ്യൂഷനകത്തും എന്റെ ഇവിടെ മിനിമം അക്സെപ്റ്റബിൾ റിട്ടേൺ 2% ആണ്. സോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് മൈ മിനിമം അക്സെപ്റ്റബിൾ റിട്ടേൺ വിൽ ബി അച്ചീവ്ഡ്, അല്ലെങ്കിൽ മിനിമം അക്സെപ്റ്റബിൾ റിട്ടേണിനേക്കാൾ താഴേക്ക് പോകുന്ന പ്രോബബിലിറ്റി കുറവായിട്ടുള്ള എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. ഹി സെലക്ട്സ് ദാറ്റ് പോർട്ട്ഫോളിയോ ഇൻ വിച്ച് ദ ഏരിയ ഓഫ് ഏർണിംഗ് ലെസ് ദാൻ ദി അക്സെപ്റ്റബിൾ റിട്ടേൺ ഇസ് ലെസ്. അതായത് എവിടെയാണോ ഈ ഏരിയ കുറവായിട്ടുള്ളത് അതായിരിക്കും ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ആ പ്രോബബിലിറ്റി കുറഞ്ഞിരിക്കണം. എനിക്ക് ഡിസൈഡ് ആയിട്ടുള്ള റിട്ടേൺ പോലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കിട്ടാത്ത സാഹചര്യം കൂടുതലാണെങ്കിൽ ഞാൻ അവിടെ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകത്തില്ല. മാത്തമാറ്റിക്കലി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇസഡ് സ്കോർ ആദ്യമേ കണ്ടുപിടിക്കുക ഫോർ അവർ മിനിമം അക്സെപ്റ്റബിൾ റിട്ടേൺ. ഇപ്പം മിനിമം അക്സെപ്റ്റബിൾ റിട്ടേൺ 2% ആണെങ്കിൽ ഓരോ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെയും മീൻ റിട്ടേണും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വെച്ച് നമ്മൾ ആ മിനിമം അക്സെപ്റ്റബിൾ റിട്ടേണിന്റെ ഇസഡ് സ്കോർ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന്റെ പ്രോബബിലിറ്റി, അസോസിയേറ്റഡ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. ആൻഡ് ചൂസ് ദാറ്റ് പോർട്ട്ഫോളിയോ ഇൻ വിച്ച് ദിസ് പ്രോബബിലിറ്റി ഇസ് ദ ലീസ്റ്റ്. അതായത് എന്റെ ഡിസൈഡ് ലെവൽ ഓഫ് റിട്ടേൺ, എന്റെ മിനിമം അക്സെപ്റ്റബിൾ റിട്ടേണിനേക്കാൾ താഴേക്ക് റിട്ടേൺ കിട്ടുന്ന പ്രോബബിലിറ്റി ചെറുതായിട്ടുള്ളത്, അല്ലെങ്കിൽ നേരെ തിരിച്ചു പറയുവാണെങ്കിൽ ഇപ്പൊ 2% ആണ് എന്റെ ഡിസൈഡ് ലെവൽ എങ്കിൽ അതിന് താഴേക്ക് പോകുന്നത് 5% റിസ്ക് ഉണ്ടെന്ന് വെച്ചോളൂ. there is a 5% chance that the portfolio will give a return which is less than your required level of അല്ലെങ്കിൽ minimum acceptable level of return. ഇതിനെ നേരെ തിരിച്ചു പറയുവാണെങ്കിൽ there is a 95% chance that the portfolio will give a return greater than your minimum acceptable level of return. അതായത് 95% ചാൻസ് ഉണ്ട്. ഇതിനെ ഞാൻ പ്രോബബിലിറ്റി എന്നും വിളിക്കും, ഇതിനെ ഞാൻ കോൺഫിഡൻസ് ലെവൽ എന്നും വിളിക്കും. there is a 95% confidence level that my portfolio will give more than my required level of return. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സേഫ്റ്റി ഫസ്റ്റ് റൂൾ. അതായത് സേഫ്റ്റി ഫസ്റ്റ് റൂൾ ഫോക്കസ്ഡ് ഓൺ ഷോർട്ട് ഫോൾ റിസ്ക്. ഷോർട്ട് ഫോൾ റിസ്ക് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. എനിക്ക് വേണ്ട മിനിമം അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് റിട്ടേൺ കിട്ടുന്ന പ്രോബബിലിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഷോർട്ട് ഫോൾ റിസ്ക് എന്ന് വിളിച്ചത്. ഇറ്റ് ഗിവ്സ് എ പ്രോബബിലിറ്റി ഓഫ് പോർട്ട്ഫോളിയോ റിട്ടേൺ ഫോളിംഗ് ബിലോ അവർ മിനിമം അക്സെപ്റ്റബിൾ റിട്ടേൺ. ഓക്കെ, വി ലേൺ പ്രീവിയസ്ലി ടാർഗറ്റ് ഡൗൺ സൈഡ് ഡീവിയേഷൻ. നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടാർഗറ്റ് ഡൗൺ സൈഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞൊരു ടേം പഠിച്ചിരുന്നു സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ കൂടെ. അതായത് എന്റെ ടാർഗറ്റിനേക്കാൾ താഴേക്ക് പോകുന്ന ഇപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ രണ്ട് സൈഡിലുള്ള റിസ്ക് കണ്ടുപിടിക്കുമല്ലോ. ഇപ്പൊ എന്റെ റിട്ടേൺ 20% ആണ്, ഒരു പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ 20% ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പം ആ 20%-ന് താഴേക്ക് പോയാലും മേലേക്ക് പോയാലും അതെല്ലാം ക്യാപ്ചർ ചെയ്യും. പക്ഷേ 20%-ന് മേലേക്ക് പോകുന്നത് ഫ്രം ദ ഐ ഓഫ് ആൻ ഇൻവെസ്റ്റർ, ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ആൻ ഇൻവെസ്റ്റർ ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. സോ അതെല്ലാം നെഗ്ലക്ട് ചെയ്തിട്ട് 20%-ന് താഴേക്ക് വരുന്ന റിസ്കുകളെ മാത്രം കണ്ടുപിടിച്ച് അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നതിനെയാണ് നമ്മൾ ടാർഗറ്റ് ഡൗൺ സൈഡ് ഡീവിയേഷൻ എന്ന് പഠിച്ചിരുന്നു. സെയിം സാധനമല്ലേ നമ്മളിപ്പം ഷോർട്ട് ഫോൾ റിസ്ക് എന്നും പറഞ്ഞു പഠിച്ചത്. എന്താണ് വ്യത്യാസം? ടാർഗറ്റ് ഡൗൺ സൈഡ് ഡീവിയേഷൻ ഒരു മാഗ്നിറ്റ്യൂഡ് ആണ് തരുന്നത്. ഷോർട്ട് ഫോൾ റിസ്ക് എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി ആണ് തരുന്നത്. അതായത് പ്രോബബിലിറ്റി ദാറ്റ് my portfolio will give a return which is less than my minimum acceptable return. Target downside deviation തരുന്നത് what is that magnitude of that portfolio giving return less than my minimum acceptable return. Target downside deviation gives a measure of on an average how much returns are falling below my target return. Shortfall risk gives the probability that the returns will fall below our target return. Target downside deviation answers how much. It is a measure of magnitude.
ഷോർട്ട് ഫോൾ റിസ്ക് എന്ന് പറയുന്നത് ഹൗ ഓഫൺ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് പ്രോബബിലിറ്റി. സോ ഇത് രണ്ടും കൺഫ്യൂസ്ഡ് ആക്കരുത്. ഷോർട്ട് ഫോൾ റിസ്ക് എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി ആണ്. ടാർഗറ്റ് ഡൗൺ സൈഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ആണ്. നമുക്കിനി റോയ്സ് സേഫ്റ്റി ഫസ്റ്റ് ക്രൈറ്റീരിയൻ എന്ന് പറയുന്ന ടേമിലേക്ക് പോവാം, അഥവാ SF റേഷ്യോ എന്ന് പറയുന്ന ടേം. By now we know that the expected return of the portfolio is a mean of the normal distribution. അതായത് ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന് നടുക്കൂടെ പോകുന്ന ലൈനെയാണ് നമ്മൾ എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ അഥവാ മീൻ എന്ന് വിളിക്കുന്നതും. The minimum acceptable return should be such that in a portfolio it should be minimum. അതായത് ഈ മിനിമം അക്സെപ്റ്റബിൾ റിട്ടേണിന് താഴേക്ക് വരുന്ന ഈ പ്രോബബിലിറ്റി, ഈ ഏരിയ എന്ന് പറയുന്നത് ലെസ് ആയിരിക്കണം. ഓക്കെ, ഇതാണ് നമുക്ക് ഇത്രയും നേരം നമ്മൾ പഠിച്ചത്. By definition, what is Roy's safety first criterion saying? It is saying that an optimal portfolio minimizes the probability that expected return of the portfolio will fall below the minimum acceptable return. ഇത് കേട്ട് ഡെഫിനിഷൻ കേട്ട് പേടിക്കേണ്ട. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, what it is saying is that on one hand our probability of the minimum acceptable return should be minimum. നമ്മൾ പഠിച്ചു, നമ്മുടെ മിനിമം അക്സെപ്റ്റബിൾ റിട്ടേണിനേക്കാൾ താഴേക്ക് റിട്ടേൺ തരുന്ന ചാൻസസ് കുറവായിരിക്കണം. സോ അത് ഒന്ന്. ഓൺ ദി അതർ ഹാൻഡ് അവർ ദ പോർട്ട്ഫോളിയോസ് എക്സ്പെക്ടഡ് റിട്ടേൺ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയുടെ മീൻ റിട്ടേൺ ഷുഡ് ബി വെരി മച്ച് ഹയർ ദാൻ അവർ മിനിമം അക്സെപ്റ്റബിൾ റിട്ടേൺ. സോ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ കിട്ടുന്നത് എന്നാണ് റോയ്സ് സേഫ്റ്റി ഫസ്റ്റ് ക്രൈറ്റീരിയൻ പറയുന്നത്. അതായത് ഈ ഏരിയ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ RL അഥവാ മിനിമം അക്സെപ്റ്റബിൾ റിട്ടേണിനെയാണ് നമ്മൾ RL എന്ന് വിളിക്കുന്നതും. ഇത് നമ്മുടെ മീൻ റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ERP. സോ ഈ ഏരിയ കുറഞ്ഞിരിക്കണം. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. ഇത് കുറഞ്ഞിരിക്കുമ്പോഴാണ് ആ ഒരു പോർട്ട്ഫോളിയോയുടെ റിസ്ക് കുറവെന്ന് നമ്മൾ പഠിച്ചു. പിന്നീട് ഒരു പോയിന്റും കൂടെ പറയുന്നതെന്ന് വെച്ചാൽ ദ പോർട്ട്ഫോളിയോസ് റിട്ടേൺ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ അവർ മിനിമം റിക്വയർഡ് ലെവൽ ഓഫ് റിട്ടേൺ, അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കണം. അതായത് നമ്മുടെ റിക്വയർഡ് ലെവൽ ഓഫ് മിനിമം അക്സെപ്റ്റബിൾ റിട്ടേൺ 2%, മീൻ 10% ആണ് ഒരു പോർട്ട്ഫോളിയോയുടെ. രണ്ടാമത്തെ പോർട്ട്ഫോളിയോയുടെ മീൻ 20% ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഗ്രേറ്റർ ആയിരിക്കുന്നതാണ് എപ്പോഴും ഒരു ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോയിൽ നല്ലത്. സോ ഈ പറയുന്ന എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ മൈനസ് അവർ മിനിമം അക്സെപ്റ്റബിൾ റിട്ടേൺ, ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസ് ഷുഡ് ബി മാക്സിമം. This distance expressed in terms of standard deviation is known as safety first ratio അഥവാ SF ratio എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ ഡിസ്റ്റൻസ് മാക്സിമം ഡിസ്റ്റൻസ് ആയിരിക്കണം. ആ ഡിസ്റ്റൻസിനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദാറ്റ് പോർട്ട്ഫോളിയോ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് എവിടെയാണോ ആ വാല്യൂ കൂടുതൽ, അല്ലെങ്കിൽ ആ എവിടെയാണോ SF റേഷ്യോ വാല്യൂ കൂടുതൽ, അവിടെ ആയിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. Therefore, if the returns are normally distributed, the safety first optimal portfolio maximizes the safety first ratio. അതായത് ആ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ദ സിഗ്മ ഓഫ് ദാറ്റ് പോർട്ട്ഫോളിയോ എവിടെയാണോ വലുത് അവിടെ ആയിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ഭാഗത്ത് നമ്മുടെ area, the probability that the portfolio will give a return less than our minimum acceptable return should be less ആയിരിക്കണം, ഒരു ക്രൈറ്റീരിയ. രണ്ടാമത്തത് the distance between our minimum acceptable level of return and the mean return of the portfolio should be maximum. So ഒന്ന് SF ratio, ഒന്ന് ഇത്. Among different portfolio, choose the portfolio with the highest SF ratio അഥവാ safety first ratio. Safety first ratio എന്ന് പറയുന്നത് the distance between the mean return and the our minimum acceptable return expressed in terms of standard deviation divided by standard deviation of that portfolio. ഇത് എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന രണ്ട് പോയിന്റ് ആണ്. ഇത് പഠിച്ചു വെക്കുക. റോയ്സ് സേഫ്റ്റി ഫസ്റ്റ് ക്രൈറ്റീരിയ ഇവാലുവേറ്റ്സ് ഓൺലി ഡൗൺ സൈഡ് റിസ്ക്. ഓക്കെ, ഇറ്റ് ഇവാലുവേറ്റ്സ് ഓൺലി ഡൗൺ സൈഡ് റിസ്ക് and it assumes asset returns are normally distributed, not asset prices. ഇത് രണ്ടും important point ആണ്. Safety first, Roy's safety first criteria evaluates only downside risk and it assumes asset returns are normally distributed, not asset prices. Okay. For finding the Z score, നമ്മൾ എങ്ങനെയാണ് Z score കണ്ടുപിടിച്ചത്? ഒരു പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ, നമ്മുടെ മിനിമം അക്സെപ്റ്റബിൾ റിട്ടേൺ 2% അഥവാ RL മൈനസ് ആ പോർട്ട്ഫോളിയോയുടെ മീൻ, RL മൈനസ് മ്യൂ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ്
സിഗ്മ പി ഡിവൈഡഡ് ബൈ സിഗ്മ പി ചെയ്യുമ്പോഴാണ് നമുക്ക് ഇസഡ് സ്കോർ കിട്ടുന്നത്. ആ ഇസഡ് സ്കോർ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്ന് പ്രോബബിലിറ്റി തരും എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ആ ഇസഡ് സ്കോർ, ആ ഇസഡ് സ്കോറിന്റെ ഫോർമുലയാണ് ഈ എഴുതിയിരിക്കുന്നത്. നമ്മുടെ മിനിമം അക്സെപ്റ്റബിൾ റിട്ടേൺ അല്ലെങ്കിൽ ഏത് റിട്ടേൺ മൈനസ് മീൻ ഓഫ് ദാറ്റ് പോർട്ട്ഫോളിയോ ഡിവൈഡഡ് ബൈ സിഗ്മ ഓഫ് ദാറ്റ് പോർട്ട്ഫോളിയോ. ഇത് നിങ്ങൾ ഈ പറയുന്ന സേഫ്റ്റി ഫസ്റ്റ് റേഷ്യോയുടെ ഇക്വേഷൻ ആയിട്ടൊന്ന് മാച്ച് ചെയ്തോ അല്ലെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഇവിടെ ഈ പറയുന്ന ന്യൂമറേറ്റർ നേരെ തിരിച്ചെഴുതിയിരിക്കുന്നതല്ലേ ഈ സേഫ്റ്റി ഫസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ERP എന്ന് വെച്ചാൽ എന്താണ് ബേസിക്കലി മീൻ ഓഫ് ദാറ്റ് പോർട്ട്ഫോളിയോ. സോ ഇവിടെ അവർ റിക്വയർഡ് ലെവൽ ഓഫ് മിനിമം അക്സെപ്റ്റബിൾ റിട്ടേൺ മൈനസ് മീൻ ആണ്. ഇവിടെ മീൻ മൈനസ് റിക്വയർഡ് ലെവൽ ഓഫ് റിട്ടേൺ ആണ്. അതായത് റോയ്സ് സേഫ്റ്റി ഫസ്റ്റ് അല്ലെങ്കിൽ ഇസഡ് സ്കോർ എന്ന് പറയുന്നത് വിച്ച് ഇസ് നത്തിങ് ബട്ട് നെഗറ്റീവ് സേഫ്റ്റി ഫസ്റ്റ് റേഷ്യോ ആണ്. ഇത് എന്താണ് അല്ലെങ്കിൽ ഇതൊരു ഇമ്പോർട്ടന്റ് ഒബ്സർവേഷൻ ആണ്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ by selecting the portfolio with the highest ROI's safety first ratio, it will automatically be having the lowest probability of returns falling below our minimum acceptable return. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒന്ന് നമ്മുടെ മിനിമം അക്സെപ്റ്റബിൾ റിട്ടേണിന് താഴേക്ക് പോകുന്ന ചാൻസസ് കുറവായിരിക്കണം. രണ്ടെന്ന് പറയുന്നത് the distance between the mean of that portfolio and the our minimum acceptable return should be maximum. ഈ രണ്ട് ക്രൈറ്റീരിയനും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ഒരു നല്ല പോർട്ട്ഫോളിയോ എന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ എന്താണ് ഈ ഒബ്സർവേഷനിൽ റോയ് സേഫ്റ്റി ഫസ്റ്റ് ക്രൈറ്റീരിയ പറയുന്നതെന്ന് വെച്ചാൽ ബൈ സെലക്ടിങ് ദ പോർട്ട്ഫോളിയോ വിത്ത് ദി ഹയസ്റ്റ് റോയ്സ് സേഫ്റ്റി ഫസ്റ്റ് ക്രൈറ്റീരിയ we are automatically selecting the portfolio in which the RL അല്ലെങ്കിൽ the probability that the portfolio will give a return less than our minimum acceptable return is less. അതായത് റോയ്സ് സേഫ്റ്റി ഫസ്റ്റ് ഒരു വെടിക്ക് രണ്ട് പക്ഷി. റോയ്സ് സേഫ്റ്റി ഫസ്റ്റ് ക്രൈറ്റീരിയ ഹൈ ഉള്ള പോർട്ട്ഫോളിയോയിൽ തന്നെ ആയിരിക്കും മറ്റേ പ്രോബബിലിറ്റിയും ചെറുത്. നോ നീഡ് ടു ചെക്ക് സെപ്പറേറ്റ്ലി ഫോർ ദ ലോവസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് റിട്ടേൺസ് ഫോളിംഗ് ബിലോ ദി മിനിമം അക്സെപ്റ്റബിൾ റിട്ടേൺ. അതായത് നിങ്ങൾക്ക് രണ്ടും മൂന്നും പോർട്ട്ഫോളിയോ തന്നിട്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ വെറുതെ അതിന്റെ റോയ്സ് സേഫ്റ്റി ഫസ്റ്റ് ക്രൈറ്റീരിയ കണ്ടുപിടിക്കുക. അതായത് എക്സ്പെക്റ്റഡ് റിട്ടേൺ മൈനസ് നിങ്ങളുടെ മിനിമം അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ ആ പോർട്ട്ഫോളിയോയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചിട്ട് എവിടെയാണോ ഈ റേഷ്യോ പല പോർട്ട്ഫോളിയോയും കാൽക്കുലേറ്റ് ചെയ്ത ഡെറ്റ് എവിടെയാണോ ഇത് മാക്സിമം അവിടെ നിങ്ങളുടെ പൈസ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുക. ഈ റോയ് സേഫ്റ്റി ഫസ്റ്റ് റേഷ്യോയിൽ നിങ്ങളുടെ റിക്വയർഡ് ലെവൽ ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ മിനിമം അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് റിട്ടേൺ നിങ്ങൾ റിസ്ക് ഫ്രീ റേറ്റ് ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ഷാർപ്പ് റേഷ്യോ എന്ന് പറയുന്ന ടേം കിട്ടും. ഇന്റർവ്യൂവിനെല്ലാം വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഷാർപ്പ് റേഷ്യോ. അതായത് if we substitute the minimum acceptable return with the risk free rate, we get sharp ratio which is expected return of the portfolio minus RF divided by sigma of that portfolio. If the returns of the portfolios are normally distributed ആണ്, then the portfolio with the highest Sharpe ratio is the one that minimizes the probability that portfolio return will be less than the risk-free rate. അതായത് നമ്മുടെ minimum acceptable level of return risk-free rate ആണെങ്കിൽ ആ risk-free rateഉം ഈ പറയുന്ന നമ്മുടെ mean of the അല്ലെങ്കിൽ expected return of the portfolio when expressed in terms അതിന്റെ difference when expressed in terms of standard deviation of portfolio എവിടെയാണോ മാക്സിമം അതാണ് ഷാർപ്പ് റേഷ്യോ. വലുതാവും തോറും ആ പോർട്ട്ഫോളിയോ നല്ലതാണെന്ന് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ്. ഈ ചാപ്റ്ററിന്റെ അവസാനം ചെറിയൊരു പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന ഒരു എന്നാൽ ഇമ്പോർട്ടന്റും ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ്. എന്താണ് ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ്? അതായത് നമ്മൾ ഒരു പോർട്ട്ഫോളിയോ ഒരു അസറ്റിന്റെ റിസ്കും റിട്ടേണും പഠിച്ചു, പിന്നെ നമ്മൾ ഒരു പോർട്ട്ഫോളിയോന്റെ റിസ്കും റിട്ടേണും പഠിച്ചു. ഒരു കമ്പനിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റ് അല്ല, ഒരു പോർട്ട്ഫോളിയോ അല്ല, ഒരു കോമ്പിനേഷൻ ഓഫ് പോർട്ട്ഫോളിയോയുടെ തന്നെ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഇതിനെ തിരിച്ച് ഒരു ഹയർ ലെവൽസ് ഓഫ് അതായത് വേറെ ലെവൽ ഓഫ് റിസ്കിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഒരു അസറ്റും അല്ല, ഒരു പോർട്ട്ഫോളിയോ അല്ല, ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് പല പല വിങ്ങിൽ പല പല ഫിക്സ്ഡ് ഇൻകം അതല്ലെങ്കിൽ ഇക്വിറ്റി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഓൾട്ടർനേറ്റീവ് അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഒരു ഫേം അല്ലെങ്കിൽ ഒരു ബാങ്ക് ഡീൽ ചെയ്യുന്നുണ്ടാവും ഓൺ എ ഡേ ടു ഡേ ബേസിസ്. സോ അവിടുത്തെ റിസ്ക് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ അത്രയധികം ഇമ്പോർട്ടന്റ് ആണ്, അത്രയധികം കോംപ്ലിക്കേറ്റഡും ആണ്. സോ അവിടെ ഉള്ളവര് എങ്ങനെയാണ് അവർക്ക് വരുന്ന മാക്സിമം റിസ്ക് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതും ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ഫീൽഡ് വെയർ ബാങ്ക്സ് ആൻഡ് ഫേംസ് മെഷർ ആൻഡ് കൺട്രോൾ ഹൗ മച്ച് മണി ദേ കുഡ് ലൂസ്.
The normal distribution is especially important there because many risk models that they use assume that the returns are normally distributed. പിന്നെയും പറയുന്നു returns are normally distributed, not the asset prices. There are two tools of managing or identifying this risk. ഒന്നെന്ന് പറയുന്ന value at riskും രണ്ടാമത്തെന്ന് പറയുന്നത് stress testing അഥവാ scenario analysis. Value at risk with a given confidence level. ഞാൻ പറഞ്ഞു എന്താണ് confidence level എന്ന്, probabilityയുടെ നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ 5% probability that the returns will fall below 2% ആണെങ്കിൽ there is a 95% chance അല്ലെങ്കിൽ confidence. I am confident that 95% of the time the portfolio will give a return greater than 2%. അതാണ് കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത്, പ്രോബബിലിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ്. With a given confidence level, what is the worst loss expected over a specified time period? അതായത് ഒരു ബാങ്കിന്റെ അല്ലെങ്കിൽ ഒരു ഫേമിന്റെ ഡേ ടു ഡേ ബിസിനസ്സിൽ വരുന്ന ലോസസിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ വാല്യൂ അറ്റ് റിസ്ക് യൂസ് ചെയ്യുന്നത്. അത് യൂഷ്വൽ റിസ്ക് ആണ്. പിന്നെ അടുത്ത് വരുന്നതാണ് സ്ട്രെസ് ടെസ്റ്റിംഗ് അഥവാ സിനാരിയോ അനാലിസിസ്. അതായത് ഞാൻ ഡെലിബറേറ്റ്ലി ഐ വിൽ ഇമാജിൻ വെരി ബാഡ് സിനാരിയോസ് ആൻഡ് എസ്റ്റിമേറ്റ് ദ ലോസസ് ഇൻ സച്ച് സിനാരിയോസ്. അതായത് വളരെ റെയർ ആയിട്ട് ബാങ്കിന് വന്നേക്കാം എന്നുള്ള റിസ്കിനെ ഞാൻ കണ്ടുപിടിക്കുകയും അങ്ങനെ വന്നാൽ ഉള്ള മാക്സിമം ലോസ് മിനിമം ലോസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഈ സ്ട്രെസ് ടെസ്റ്റിംഗ് അഥവാ സിനാരിയോ അനാലിസിസ്. ഇത് വളരെ റെയർ ആയിട്ടുള്ള റിസ്ക് ആണ്. ഫോർ എക്സാമ്പിൾ, വാട്ട് ഇഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ജംപ് 300 basis point and the stock market drops 20% at the same time? അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് ഇമാജിനറി സിറ്റുവേഷൻസിനെ നമ്മൾ സ്ട്രെസ് ടെസ്റ്റ് ചെയ്യുന്നതാണ് സിനാരിയോ അനാലിസിസ് എന്ന് പറയുന്നത്. വാല്യൂ അറ്റ് റിസ്ക് പറ്റി 2-3 പോയിന്റ്സ് പറയുവാണെങ്കിൽ, വാല്യൂ അറ്റ് റിസ്ക് is expressed in currency. Okay, it is expressed in currency, not as percentage. Value at risk is a threshold, not an average loss. It says that losses will be at least this bad on the worst days. The actual loss on these days could be even worse. അടുത്ത സ്ലൈഡിൽ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Value at risk always has a time horizon attached. A 1-day value at risk and a 1-year value at risk are completely different numbers for the same portfolio. There will be a confidence level attached to a value at risk. ഇങ്ങനെയാണ് ഒരു വാല്യൂ അറ്റ് റിസ്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. 95% 1 day വാല്യൂ അറ്റ് റിസ്ക് ഇസ് ഈക്വൽ ടു 5 million. കറൻസിയിലാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. 1 day ആണ് ഇത് പറയുന്നത്. 1 day and this is the confidence level. അതായത് ഇത് എങ്ങനെ വായിക്കാം? There is a 5% probability of losing 5 million or more. അതായത് ഏറ്റവും കുറഞ്ഞത് 5 million എങ്കിലും ലൂസ് ചെയ്യും നിങ്ങൾ ഒരു ദിവസം. And there is a 5% probability for that. ഇങ്ങനെയാണ് value at risk പറയുന്നത്. One of the methods used for identifying the value at risk is variance and covariance method. Assumes that the returns follow a normal distribution. ഈ കാൽക്കുലേഷൻ ഒന്നും നിങ്ങളുടെ ലെവൽ 1ന്റെ പാർട്ട് അല്ല. അതുകൊണ്ടാണ് അവർ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഒരു ചെറിയൊരു പാരഗ്രാഫ് ആയിട്ട് തന്നിരിക്കുന്നത്. സോ ബേസിക്കലി ഈ വാല്യൂ അറ്റ് റിസ്ക് എങ്ങനെ വായിക്കാൻ അറിയണം എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കോൺഫിഡൻസ് ലെവൽ തന്നിരിക്കും. ഒരു കറൻസിയിലായിരിക്കും ഇത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ആ കറൻസി എന്ന് പറയുന്നത് മിനിമം ലോസ് ആണ്, സംഭവിക്കാൻ പോകുന്ന മിനിമം ലോസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ദി ആവറേജ് ലോസ് ഓർ ദി മാക്സിമം ലോസ്, ഇറ്റ് ഈസ് എ മിനിമം ലോസ്. 5 million ഓർ മോർ സംഭവിച്ചേക്കാം. ആൻഡ് അങ്ങനെ സംഭവിക്കാൻ 5% ചാൻസ് ഉണ്ട് ഒരു ദിവസം, 1 day വാല്യൂ അറ്റ് റിസ്ക്. സോ ഈ പോർട്ട്ഫോളിയോ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ലേണിംഗ് മൊഡ്യൂൾ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് പോവാം. താങ്ക് യു.